വയലിൽ ഒരു മാനിനെ കണ്ടപ്പോൾ ഹരിശ്രീ അശോകന് സന്തോഷമായി. എന്തായിരിക്കും സന്തോഷമായത്? പ്രകൃതി ഭംഗിയൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും. ആ കാരണം എന്തെങ്കിലും ആവട്ടെ, ഇത് വെച്ച് നമുക്കൊരു അവാർഡ് അങ്ങ് പഠിച്ചെടുത്തേ. 2021 മുതൽ 25 വരെയുള്ള വയലാർ അവാർഡുകൾ. അപ്പോൾ വയലിലൊരു മാനിനെ കണ്ടപ്പോൾ ഹരിശ്രീ അശോകന് സന്തോഷമായി. അപ്പോൾ വയലാർ അവാർഡ് കണക്ട് ചെയ്യാനാണ്. 2021 ബെന്യാമിനാണ് അവാർഡ് കിട്ടിയത്. 2022 എസ് ഹരീഷ്. 2023 ശ്രീകുമാരൻ തമ്പി. 2024 അശോകൻ ചെരുവിൽ. 2025 ഇ സന്തോഷ് കുമാർ. ഇപ്പോൾ കോഡ് കണക്ട് ആയല്ലോ. ഇനി ഇവരുടെ കൃതികളും കൂടെ, ബുക്കുകളും കൂടെ ഒന്ന് നമുക്ക് ചെറിയ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബുക്ക് ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പോൾ ബെന്യാമിൻ എന്നുള്ളത് നമ്മൾ മാൻ എന്നല്ലേ പറഞ്ഞത്. മാന്തളിരല്ലേ കഴിക്കുക, തിന്നുക. അപ്പം മാന്തളിര് എന്നാലോചിക്കുക. പിന്നെ എസ് ഹരീഷ് മീശ എല്ലാവർക്കും അധികം അറിയുന്നതായിരിക്കും. അറിയാത്തവർ ഹരീഷിൻ്റെ മീശ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. മീശ ഹരീഷെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കണക്ട് ചെയ്യുക. പിന്നെ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. ഈ പെൻഡുലം, ക്ലോക്കിൻ്റെയൊക്കെ പെൻഡുലം ഇങ്ങനെ ഒരു അയൺ ഒരു കമ്പി പോലെയുള്ള ഇത് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ആടുകയല്ലേ ചെയ്യാം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പി പോലെയായിട്ട് പെൻഡുലം അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊന്ന് ആലോചിക്കുക. ജീവിതം ഒരു പെൻഡുലം, ശ്രീകുമാരൻ തമ്പി. അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ്. അപ്പോൾ അത് ചെരിഞ്ഞ കടവ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക, ഒന്ന് കണക്ട് ചെയ്യുക. ചെരിഞ്ഞ കടവ്. പിന്നെ ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ. അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേര് സന്തോഷാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. തപോമയിയുടെ അച്ഛൻ സന്തോഷാണ് എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യുക. അതല്ലാതെ വേറെ കുറച്ചുകൂടി ഈസി ആയിട്ട് എന്തെങ്കിലും ബുക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ ഇത്രയാണ് വയലാർ അവാർഡുകൾ. ഓക്കെ.